കൂട്ടുകാരെ, എല്ലാവർക്കും വോയിസ് ഓഫ് ദ വേയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. വാ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പുളിശ്ശേരിനെ കുറിച്ച് പറയാനാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജോലിക്ക് വേണം ആൻറ്റിമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണ്. ഇതിനെന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് നോക്കാം. പഴുത്ത നല്ല ചെറുതായി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നതിനൊപ്പം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് ഒരു മുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കാം കേട്ടോ. നമ്മൾ ഇത് വരണ്ട് വന്നോടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതവിടെ കിടന്ന് വരളത്. അതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 2 പിടി തേങ്ങ, 2 നുള്ളി ജീരകം, എരിവിനാവശ്യമുള്ള മുളക്, ഒരു പിഞ്ച് കടുക്, 2-3 കുരുമുളകും കൂടെ ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് അരയ്ക്കണം. നമുക്കിത് അരച്ചിട്ട് വരാം. എന്നിട്ട് അതെ നോക്കിക്കേ, നമ്മൾ അരച്ചിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ പൈനാപ്പിൾ വരണ്ട് വന്നേക്കുന്നത് നോക്ക്. ഹായ്, എന്ത് രസമല്ലേ കാണാൻ. വാവ്, ദേ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നോട്ടോ അരപ്പ്. ദേ ഇച്ചിരിയും കൂടെ വരണ്ടിട്ടുണ്ടല്ലോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതേ ഞാൻ മുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇട്ട് ഇളക്കാട്ടോ. നല്ലോണം ഇളക്കി ആ മുളക് പൊടിയും ഇതൊക്കെ പിടിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർത്തല്ല, അത് ആ തേങ്ങ ഇട്ടതിൻ്റെ തേങ്ങയുടെ ആണ് കേട്ടോ ആ ഒരു വെള്ളം പോലെ തോന്നുന്നത്. അപ്പോൾ ഈ വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്നിട്ട് വഴറ്റാം. അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് വളിച്ചു പോകാണ്ടിരിക്കാനാണ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ തേങ്ങയുടെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം കൂടെ ഇളക്കിയിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. അപ്പം ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് കണ്ടാൽ മനസ്സിലാവും തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കേണ്ടതെന്ന്. ഇനി നമുക്ക് നേരെ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തൈര് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ്. ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ തൈര് ഒഴിച്ച് നമുക്ക് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കാം. കളറില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് ഇനി ഇളക്കൽ തുടങ്ങാം. നമുക്ക് ഇളക്കി നമുക്ക് ഈ പുളിശ്ശേരി റെഡിയാക്കാം. ഇച്ചിരി വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് 5 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു ചീനച്ചട്ടി എടുത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും കൂടെ അങ്ങ് ഇടാം കേട്ടോ. കടുക് കടുക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച കറിയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ
ഒരു ഇത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് അടച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഇളക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് അടച്ച് വെച്ച് ഇളക്കുവാണേ നമ്മൾ. ആയ് എന്ത് കളറാണ് നോക്ക്. ഇപ്പം തന്നെ എനിക്ക് കൊതി വന്നു. നമുക്ക് നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിട്ടോ. എന്ത് രസമല്ലേ കാണാൻ. വാവ്. അതെ നോക്കിക്കേ, നമ്മുടെ ടെസ്റ്റർ വന്നിരിക്കണ്. അതെ അവനിത് കയ്യിൽ 2 കയ്യിലും അവന് കൊടുക്കാൻ പറയുകയാണേ. അപ്പോൾ നമുക്ക് അവന് 2 കയ്യിലും കൊടുത്തിട്ടുണ്ട്. മുഖത്തെ എക്സ്പ്രഷൻ നോക്കൂ. എന്തൊരു എക്സ്പ്രഷനാണ്. വാവ്. അവൻ തന്നെ സൂപ്പറാണെന്നാണ് പറയണേ. കൈ മൊത്തം നക്കി തിന്നുന്ന്. മുഖത്തെ എക്സ്പ്രഷൻ നോക്കൂ. അപ്പം അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ സൂപ്പർ സൂപ്പർ എന്ന് പറയണേ. അപ്പം അവനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.